രാജ്യാന്തര യാത്രക്കാർക്കുള്ള യുഎഇയുടെ ഇളവുകൾ പ്രാബല്യത്തിൽ വന്നതോടെ പ്രവാസികളുടെ ഒഴുക്ക് തുടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളിൽ വൻ തിരക്കേറിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വിലക്കുകൾ നീക്കി ആഴ്ചകൾ പിന്നിട്ടിട്ടും നിറയെ യാത്രക്കാരുമായാണ് കേരളത്തിൽ നിന്നുള്ള വിമാനങ്ങൾ യുഎഇയിലേക്ക് പുറപ്പെടുന്നത്. ടിക്കറ്റ് നിരക്ക് വർധന കാരണം പലരും യാത്ര വൈകിച്ചെങ്കിലും തിരക്കിന് യാതൊരുവിധ കുറവുമില്ല. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുബായ് എക്സ്പോ അടുത്ത മാസം 1 തുടങ്ങുന്നതോടെ വരും മാസങ്ങളിലും തിരക്കുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വിമാന കമ്പനികൾ. നിരക്ക് കുറയുന്നില്ല എന്ന ആശങ്കയും യാത്രക്കാർക്കുമുണ്ട്. അതോടൊപ്പം തന്നെ കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി റെഡ് ഗ്രീൻ രാജ്യങ്ങൾക്ക് വ്യത്യസ്ത നിബന്ധനകൾ ഏർപ്പെടുത്തിയിരുന്നു. കോവിഡ് വ്യാപന തോത് കുറയുന്നതിന് ആനുപാതികമായി നിബന്ധനകളിലും ഇളവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ്. യാത്ര പുറപ്പെടും മുൻപേ തന്നെ പ്രവാസികൾ ഇത് അറിഞ്ഞിരിക്കണം. ദുബായ് വിസക്കാർ GDRFയും മറ്റ് എമിറേറ്റ് വിസക്കാർ ICA അനുമതിയും നേടിയിരിക്കണം. ടിക്കറ്റ് എടുക്കുന്ന ട്രാവൽ ഏജൻസികൾ തന്നെ സാധാരണ ഈ അനുമതി എടുക്കാറുണ്ട്. ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തവർ സ്വന്തം നിലയ്ക്ക് അനുമതി നേടണം. അംഗീകൃത ലാബിൽ നിന്ന് യാത്രയ്ക്ക് 48 മണിക്കൂറിനകം RT-PCR എടുക്കണം. നെഗറ്റീവ് ഫലം ലഭിച്ചാൽ മാത്രം യാത്ര ചെയ്യാം. ഈ പരിശോധന നടത്തിയവർ പിന്നീട് അനാവശ്യമായി പുറത്തു പോകുന്നതും സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതും ഒഴിവാക്കണം. അവസാന നിമിഷം രോഗം പകരുന്നത് ഇതുമൂലം തടയാം. വിമാനം പുറപ്പെടുന്നതിന് 6 മണിക്കൂർ മുമ്പ് വിമാനത്താവളത്തിലെത്തി റാപ്പിഡ് PCR ടെസ്റ്റ് എടുത്ത് കോവിഡ് ഇല്ലെന്ന് ഉറപ്പാക്കണം. റാപ്പിഡ് ടെസ്റ്റിനായി എയർപോർട്ടിലെ പ്രസ്തുത കമ്പനിയുടെ വാട്സാപ്പിൽ പാസ്പോർട്ട് സ്കാൻ ചെയ്തയച്ചാൽ ലഭിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകി നടപടി പൂർത്തിയാക്കിയാൽ QR കോഡ് ലഭിക്കും. ഇത് കാണിച്ച് 2490 രൂപ അടച്ചാൽ സ്വാബ് എടുക്കും. ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ്, ഗൂഗിൾ പേ, ക്യാഷ് എന്നീ മാർഗത്തിൽ പണമടയ്ക്കാം. കുറഞ്ഞത് 30-60 മിനിറ്റിനകം ഫലം പ്രിന്റ് ചെയ്തു തരും. 4 മണിക്കൂറിനകമുള്ള റാപ്പിഡ് ടെസ്റ്റ്, 48 മണിക്കൂറിനകമുള്ള RT-PCR നെഗറ്റീവ് ഫലം ഉറപ്പാക്കി മാത്രമേ ചെക്ക് ഇൻ അനുവദിക്കൂ. ദുബായ് ഒഴികെയുള്ള എമിറേറ്റുകളിലേക്ക് QR കോഡ് സഹിതമുള്ള ICA അനുമതി, ഗ്രീൻ ടിക്ക് അതായത് പച്ച നിറത്തിലുള്ള അടയാളം എന്നിവ ഉണ്ടോ എന്നും പരിശോധിക്കാം. ആവശ്യമായ രേഖകൾ ശരിയാണെങ്കിൽ ബോർഡിംഗ് പാസ് ലഭിക്കുന്നതായിരിക്കും. UAE വിമാനത്താവളത്തിൽ എത്തിയാൽ ആദ്യം RT-PCR എടുക്കണം. നാട്ടിൽ നിന്നെടുത്ത RT-PCR റാപ്പിഡ് ടെസ്റ്റ് പരിശോധനാ ഫലം ഇവിടെ ശേഖരിക്കും. തുടർന്ന് എമിറേറ്റ്സ് ID, പാസ്പോർട്ട് എന്നിവ നൽകി രജിസ്റ്റർ ചെയ്ത ശേഷം PCR ടെസ്റ്റ് എടുത്താൽ നടപടി പൂർത്തിയായി. അൽ ഹുസൻ ആപ്പിൽ ഫലം വരും. വാക്സിൻ എടുത്തു വരുന്നവർക്ക് ക്വാറന്റീൻ ഇല്ല. തുടർച്ചയായി അബുദാബിയിൽ തുടരുന്നവർക്ക് 4 തുടങ്ങി 8 ദിവസങ്ങൾ PCR എടുക്കണം. പോസിറ്റീവ് ആണെങ്കിൽ മാത്രം 10 ദിവസം ക്വാറന്റീൻ ഉണ്ടാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.